നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ.എം. എബ്രഹാമിന് CBI കുരുക്ക്, കേസെടുത്തു. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് പ്രകാരമാണ് കേസ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. കേസിന്റെ FIR ഇന്ന് CBI കോടതിയിൽ സമർപ്പിക്കും. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയും മുൻ ചീഫ് സെക്രട്ടറിയുമാണ് കെ.എം. എബ്രഹാം. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് കെ.എം. എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. മുൻ BSF ജവാനെ മർദ്ദിച്ച ശേഷം നഗ്നനാക്കി വലിച്ചിഴച്ചു. ഹോം നേഴ്സ് അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ അൽസൈമേഴ്സ് രോഗബാധിതനായ 59-കാരനെ ക്രൂരമായി മർദ്ദിച്ച ഹോം നേഴ്സ് അറസ്റ്റിൽ. കൊല്ലം കുന്നിക്കോട് സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. ശശിധരൻ പിള്ളയെ മർദ്ദിച്ച ശേഷം നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വയോധികൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വീണ് പരിക്കേറ്റുവെന്ന കള്ളം പറഞ്ഞാണ് വയോധികനെ ഹോം നേഴ്സ് ആശുപത്രിയിലാക്കിയത്. അടൂരിലെ ഏജൻസി വഴി 1.5 മാസം മുമ്പാണ് വിഷ്ണു എന്ന ഹോം നേഴ്സിനെ ബന്ധുക്കൾ ജോലിക്ക് നിർത്തിയത്. എറണാകുളം പെരുമ്പാവൂരിൽ നടക്കാനിറങ്ങിയ സഹോദരിമാർ പുഴയിൽ വീണു. ഇന്ന് രാവിലെയാണ് പെരുമ്പാവൂർ മുടിക്കൽ സംഭവം നടന്നത്. ഫർഹത്ത്, ഫാത്തിമ എന്നീ സഹോദരിമാർ പുഴയ്ക്ക് സമീപത്തു കൂടി നടക്കുന്നതിനിടെ വിശ്രമിക്കാനായി പുഴയ്ക്ക് സമീപമുള്ള പാറയിൽ നിൽക്കുകയായിരുന്നു. ഇതിനിടെ കാൽവഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. സമീപത്ത് ചൂണ്ടയിട്ടിരുന്ന ആൾ പെട്ടെന്ന് ഓടിയെത്തി പുഴയിലേക്ക് ചാടി ഫർഹത്തിനെ രക്ഷപ്പെടുത്തി. എന്നാൽ 15 വയസ്സുകാരിയായ ഫാത്തിമ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. വീണ്ടും ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി. അതിർത്തിയിൽ പ്രകോപനം. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിനോട് പാകിസ്ഥാന്റെ ഭീഷണി. വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നും പറഞ്ഞു. പിന്നാലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സമ്പർക്കത്തിലാണെന്ന് പ്രതികരിച്ച ഡൊണാൾഡ് ട്രംപ് ഭീകരാക്രമണത്തെ കാശ്മീർ തർക്കത്തോട് ചേർത്ത് വ്യാഖ്യാനിച്ചും മോശം ആക്രമണമാണെന്ന് ഇത്തവണ നടന്നതെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി കാശ്മീരിൽ തകർത്തു. പുൽവാമയിലാണ് സംഭവം. അഹ്സാൻ ഉൽ ഹക്ക്, ആര്യ അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴിയേകാൻ ലോകം. സംസ്കാരം ഇന്ന്. ഇന്ത്യൻ സമയം 1:30 വത്തിക്കാനിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏകദേശം 2 ലക്ഷത്തിലധികം പേർ ചടങ്ങുകൾക്ക് സെന്റ് പീറ്റേഴ്സിൽ എത്തുമെന്നാണ് കരുതുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ വത്തിക്കാനിലെത്തിയിരുന്നു.